തമിഴ്നാട് കള്ളാക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തമെന്ന് സംശയം 13 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. 90-ലധികം പേർ ചികിത്സയിലുണ്ട്. വ്യാജമദ്യം വിറ്റ 2 പേർ അറസ്റ്റിൽ എന്നുള്ള വിവരങ്ങളും പുറത്തുവന്നു. സംഭവത്തിൽ കളക്ടർ ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റി. പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്തു. വ്യാജമദ്യം കുടിച്ചതാണ് ദുരന്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസ് CBCID അന്വേഷിക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനീഷ്, മരണസംഖ്യ ഉയരുന്നു. ആശുപത്രിയിലുള്ളവരുടെ നില എന്താണ്? സർക്കാർ എന്താണ് ഏറ്റവും ഒടുവിലായി ഈ അപകടവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? അതിനിടയിലും ചില കർശന നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞ വിവരങ്ങൾ എങ്ങനെ? മനീഷ് മൂർത്തി. ശ്രീജിത്ത്, 16 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കള്ളാക്കുറിച്ചി ആശുപത്രിയിൽ കഴിയുന്ന 4 പേരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരിച്ചത്. അങ്ങനെ 16 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. മരിച്ചവർ എല്ലാവരും തന്നെ കാരുണ്യപുരം സ്വദേശികളാണ്. പ്രവീൺ, സുരേഷ്, ശേഖർ, ജഗദീശൻ, കൃഷ്ണമൂർത്തി, ഇന്ദിര, മണി, മണികണ്ഠൻ, ആറുമുഖം, രാമു, നാരായണസ്വാമി, തങ്കക്കൊടി, ഡേവിഡ്, കന്ദൻ, വടിവ്, സുബ്രഹ്മണ്യൻ, ഇങ്ങനെ 16 പേരാണ് മരിച്ചത്. ഇതിൽ 2 സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ മുതലാണ് പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. 2 പേർ ആദ്യഘട്ടത്തിൽ 2 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇവർ മരിക്കുകയും ചെയ്യുന്നു. 2 യുവാക്കളായിരുന്നു, ബന്ധുക്കളായുള്ള 2 യുവാക്കൾ. അതിനുശേഷം 2 പേരെ കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. തുടർന്നാണ് വ്യാപകമായി മേഖലയിൽ നിന്ന്, കരുണാപുരം എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് വ്യാപകമായി ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. നിലവിൽ 80ഓളം പേര് ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് കള്ളാക്കുറിച്ചിയിൽ തന്നെ 60 പേർ കള്ളാക്കുറിച്ചി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. സേലം മെഡിക്കൽ കോളേജിലും വിഴുപ്പുരം മെഡിക്കൽ കോളേജിലും ആളുകൾ ചികിത്സയിലുണ്ട്. ജിപ്മർ ആശുപത്രി, പുതുച്ചേരിയിലെ ജിപ്മർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എന്തായാലും ഈ ചികിത്സയിലുള്ള ചില ആളുകളുടെ ഒക്കെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന വിവരങ്ങളാണ് നിലവിലും പുറത്തു വരുന്നത്. വലിയ ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. എന്തായാലും സർക്കാർ ഇതുവരെ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് വ്യാജമദ്യ ദുരന്തമാണോ എന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പുറത്തിറക്കിയ പ്രസ്താവനയിലാണെങ്കിൽ കൂടിയും തലവേദനയും ഛർദിയും അതുപോലെ തന്നെയുള്ള മറ്റ് രോഗങ്ങൾ കൊണ്ട് ഇത്രയും ആളുകൾ മരിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ പ്രസ്താവനകളൊക്കെ വരുന്നത്. എന്തായാലും വ്യാജമദ്യ ദുരന്തമാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശമുണ്ട്. കള്ളാക്കുറിച്ചിയിൽ മരിച്ച 7 പേരുടെ മൃതദേഹങ്ങളിൽ നിന്ന് രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് മന്ത്രി സുബ്രഹ്മണ്യൻ നൽകിയിട്ടുണ്ട്. ആ നടപടികൾ പുരോഗമിക്കുന്നു. എന്തായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ. മാത്രമല്ല കളക്ടറെ അവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട്. SP യെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. SP മാത്രമല്ല, ഈ കരുണാപുരം ഉൾപ്പെടുന്ന മേഖലയിലെ പോലീസ് സ്റ്റേഷനിലെ 9 പോലീസുകാരെ അവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുൻപോട്ട് പോകുന്നു. എന്തായാലും നാളെ ആവുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുമ്പോഴേക്കുമാണ് കൃത്യമായ അർത്ഥത്തിലുള്ള ഏത് രീതിയിലാണ് എന്താണ് ഈ മരണത്തിന്റെ കാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും സർക്കാർ ഇപ്പോഴും വ്യാജമദ്യ ദുരന്തം എന്ന സംശയത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. 16 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശരി, കള്ളാക്കുറിച്ചിയിലെ അപകടത്തിൽ മരണം 16ആയി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനീഷ് മൂർത്തി ഏറ്റവും ഒടുവിലായി പങ്കുവെക്കുന്ന വിവരം. മരിച്ചവരിൽ 2 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. വ്യാജമദ്യ ദുരന്തമാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുമുണ്ട്. കണ്ണൂർ എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ CPIMനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി. മേഖലയിൽ സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നതായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസി സീന പ്രതികരിച്ചു. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശം എന്നാണ് CPIMന്റെ നിലപാട്. സ്ഫോടനത്തിന് പിന്നാലെ ജില്ലയിൽ പോലീസ് വ്യാപക പരിശോധന തുടങ്ങി. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തോണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ചോരക്കൊതിക്കെതിരായ രോഷപ്രകടനമാണ് സീനയുടെ വാക്കുകളിലേത്. CPIMനെ പ്രതിരോധത്തിലാക്കുന്നതാണ് തുറന്നു പറച്ചിൽ. എന്നാൽ യുവതി കോൺഗ്രസ് അനുഭാവിയാണെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആരോപണമെന്നും CPIMന്റെ മറുപടി. തീർത്തും അവർക്ക് സ്വാധീനമുള്ള കോൺഗ്രസിനും BJPക്കും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് രാത്രിയിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട്. പോലീസും ആഭ്യന്തര വകുപ്പും സമ്പൂർണ്ണ പരാജയമെന്ന് സ്ഥലം സന്ദർശിച്ച നിയുക്ത വടകര MP ഷാഫി പറമ്പിൽ പറഞ്ഞു. പാർട്ടി സുരക്ഷയിൽ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ വളരുന്നു. ബോംബ് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നില്ലെന്നും ഷാഫി പറമ്പിൽ. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. ആ പോലീസ് സംവിധാനം
ഈ നിർമ്മിക്കുന്നവരുടെ മുമ്പിൽ, ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ, ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ, ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ 10 പൈസക്ക് ഗുണമില്ലാത്തൊരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പോലീസ് പരിശോധന തുടങ്ങി. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കൊടക്കുളം സ്വദേശി വേലായുധന്റെ മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം കുണ്ടുചിറയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 കണ്ണൂർ. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയ പരാമർശം വിവാദമായി. കൊല്ലപ്പെട്ടത് ചെറുപ്പക്കാരനല്ലല്ലോ, വൃദ്ധനല്ലേ എന്നാണ് പരാമർശം. വിവാദമായതോടെ വിശദീകരണവുമായി കെ സുധാകരൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. KPCC അധ്യക്ഷൻ മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളും നടത്തി. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ, എന്നിട്ട് നിങ്ങളെ കാണാം. ആ ശരി, വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. ഞാൻ പറഞ്ഞത് അവിടെ ചെറുപ്പക്കാർ മരിച്ചില്ല. ചെറുപ്പക്കാർ മരിച്ച ഈ കഴിഞ്ഞതെല്ലാം ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെ കൊന്നു, എത്ര ചെറുപ്പക്കാരെ CPM-കാർ കൊന്നു. ഈ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തക നേതാക്കന്മാരെ അവരെത്ര എണ്ണത്തിന് ബോംബ് പൊട്ടിച്ച് മരിപ്പിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ഇതങ്ങനെ ഒരു മരണം പോകുമ്പോൾ ചെറുപ്പക്കാർ കുറേ ആളുണ്ട് ജീവിക്കുന്നു. അത്രേ അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ, അവൻ വെടിവെച്ച് കൊന്ന ആളെത്രയാ, അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളെത്രയാ? പറയണോ ആളുകളെ പേര്? ഇനിയും മത്സരിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ? എത്ര ആളുകളെ കൊന്നു? കെ സുധാകരൻ ആ റെക്കോർഡില്ല. മനസ്സിലായോ? ഈ DCC ഓഫീസിൽ ബോംബ്, ആ DCC ഓഫീസിൽ വന്ന് സെർച്ച് ചെയ്ത് പോലീസുകാർ കൊണ്ടുവന്ന് CPM-ന്റെ ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ എവിടുന്ന ബോംബ് പിടിച്ചിന്? DCC ഓഫീസിൽ നിന്ന് എവിടുന്ന ബോംബ് പിടിച്ചിന്? മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അതിനാ പറയുന്നത് അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. ഇത് പറഞ്ഞ മനസ്സിലാക്കത്, അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. കണ്ണൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ നിയമസഭയിൽ സർക്കാരിനെയും CPM-നെയും കടന്നാക്രമിച്ചു പ്രതിപക്ഷം. ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കി സ്മാരകം നിർമ്മിക്കുകയാണ് എന്ന് വിമർശനം. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിവിധതരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കണ്ണൂർ തലശ്ശേരി എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വയോധികനായ വേലായുധൻ മരിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. തലശ്ശേരിയിലേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സണ്ണി ജോസഫ് ആരോപിച്ചു. CPIM-ന് നിലവിലെ ചിഹ്നം നഷ്ടപ്പെട്ടാൽ ബോംബ് ചിഹ്നമാക്കാമെന്ന് പരിഹാസം. ഇത് CPM-ന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതലായിട്ട് ബോംബ് നിർമ്മാണം നടക്കുന്നത്. വളരെ തെളിഞ്ഞ കാര്യമാണ്, പ്രകടമായുള്ള കാര്യമാണ്. കണ്ണൂരിലെ CPIM ബോംബ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പറഞ്ഞ സണ്ണി ജോസഫിന് സ്പീക്കറുടെ താക്കീത്. ഇതെല്ലാം 10-15 കൊല്ലം മുമ്പുള്ള ചരിത്രം പറയലെല്ലാം 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. 10-15 മുമ്പുള്ള ചരിത്രം പറയല അടിയന്തര പ്രമേയം. തലശ്ശേരിയിലെ സംഭവത്തിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. കണ്ണൂരിൽ പോലീസ് പരിശോധന ഊർജിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിവിധതരം ബോംബുകൾ പ്രദർശിപ്പിച്ച ചരിത്രമുണ്ടെന്ന് തിരിച്ചടിച്ചു. പഴയ ചരിത്രം പരിശോധിച്ചാൽ ഇവിടുന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത്തരം കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പാർട്ടി ഗ്രാമങ്ങളിൽ കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രത്യേക സാഹചര്യത്തിലുള്ള സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ തുറക്കരുതെന്ന നിർദ്ദേശം സർക്കാർ നൽകണമെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. CPM സംസ്ഥാന സമിതിയിൽ ധനവകുപ്പിന് രൂക്ഷ വിമർശനം. പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ മുടങ്ങിയതും ഒഴിവാക്കണമായിരുന്നു. സർക്കാരിന്റെ മുൻഗണന എന്തെന്ന് നിശ്ചയിക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ ആവശ്യമായിരുന്നു. ജില്ലാ കമ്മിറ്റികളിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ അവഗണിക്കരുത്. ഈഴവ വോട്ടുകൾ പാർട്ടിക്ക് ലഭിച്ചില്ല. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബമടക്കം പ്രചാരണത്തിനിറങ്ങിയത് തിരിച്ചടിയായെന്നും വിലയിരുത്തൽ. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ. റജിത്ത, ഇന്ന് ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റിയിലാണ് ധനവകുപ്പിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നത്. പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ മുടങ്ങിയതും ഒഴിവാക്കണമായിരുന്നു. സർക്കാരിന്റെ മുൻഗണന നിശ്ചയിക്കണമായിരുന്നു.
സർക്കാരിന്റെ മുൻഗണന എന്ത് നിശ്ചയിക്കണമെന്ന സംസ്ഥാന സമിതിയിൽ കാര്യമായ ആവശ്യം ഉയർന്നിട്ടുണ്ട്. മുൻഗണന നിശ്ചയിച്ച് വേണം ജനവിശ്വാസം തിരിച്ചുപിടിക്കാനെന്നും ചില അംഗങ്ങൾ അഭിപ്രായം ഉന്നയിച്ചു. അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ അവഗണിക്കരുതെന്നും അഭിപ്രായമുയർന്നു. ജില്ലാ കമ്മിറ്റികൾ അടക്കം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ അവഗണിക്കരുതെന്നാണ് ഇന്നത്തെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതേസമയം വോട്ടുകളെ സംബന്ധിച്ച് ഈഴവ വോട്ടുകൾ നഷ്ടപ്പെട്ടു, ഈഴവ സമുദായം CPM-ൽ നിന്ന് അകന്നുവെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായമുണ്ടായി. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളിയുടെ കുടുംബമടക്കം പ്രചാരണത്തിനിറങ്ങിയത് തിരിച്ചടിയുണ്ടാക്കി. തിരുത്തൽ നടപടിയിൽ വിശദമായ ചർച്ച വേണമെന്ന ആവശ്യവും ഇന്നത്തെ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു. മാർഗരേഖ തയ്യാറാക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമായിട്ടില്ല. തിരുത്തൽ പ്രക്രിയ എങ്ങനെ വേണമെന്ന സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനിക്കും. റജിത. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ മുന്നണി മാറണമെന്ന് CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ ആവശ്യം. LDF-ൽ നിന്നതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടായില്ല എന്നാണ് വിലയിരുത്തൽ. യോഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയും വിമർശനമുയർന്നു. പാലക്കാട് ജില്ലാ കൗൺസിലിനും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന പൊതു അഭിപ്രായം CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിലും ഉയർന്നു. എന്നാൽ ഒരു പടി കൂടി കടന്ന് മുന്നണി മാറ്റത്തിന്റെ ചർച്ചയും ഉണ്ടായി. കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന CPI കേരളത്തിലും അത് തുടരണമെന്നായിരുന്നു പൊതുവികാരം. CPIയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായി. കേരള കോൺഗ്രസ് എം വന്നതുകൊണ്ട് LDF-ന് ഗുണമുണ്ടായില്ല. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിന് അമിത പ്രാധാന്യം CPIM നൽകുന്നുവെന്നും വിമർശനം. PP സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിന് പകരം ആനി രാജയെ പരിഗണിക്കാമായിരുന്നുവെന്നും ജില്ലാ കൗൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗത്തിലും സമാന അഭിപ്രായമാണ് ഉയർന്നത്. LDF ജനങ്ങളിൽ നിന്ന് അകന്നെന്നും ക്ഷേമ പെൻഷനുകൾ സമയബന്ധിതമായി നൽകാൻ കഴിയാത്തത് തിരിച്ചടിയായെന്നുമായിരുന്നു വിമർശനം. 24 ഇടുക്കി. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം പിന്നാക്ക സമുദായത്തിന്റെ വോട്ട് ചോർന്നതാണെന്ന് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന AM ആരിഫ്. മുസ്ലിം സമുദായത്തിൽ ചിലർ വർഗീയമായി ചിന്തിച്ചതുകൊണ്ട് ആ വോട്ടും നഷ്ടപ്പെട്ടു. G സുധാകരൻ ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾ പാർട്ടി പരിഹരിക്കണമെന്നും AM ആരിഫ് 24-നോട് പറഞ്ഞു. 9 വർഷം മുൻപെഴുതിയ ഞാൻ എങ്ങനെ മിണ്ടാപ്രാണിയായി എന്ന കവിത AM ആരിഫ് ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. തോറ്റു തുന്നമ്പാടിയിരുന്നപ്പോൾ കവിതയ്ക്ക് കാലിക പ്രസക്തി ഉണ്ടെന്നൊരു തോന്നൽ എന്ന ആമുഖത്തോടെയാണ് കവിത പങ്കുവച്ചത്. മതസാമുദായിക സംഘടനകളുടെ വർഗീയ നിലപാടിനെ വിമർശിക്കുന്ന കവിത ഓർത്തെടുത്തതിനെക്കുറിച്ച് AM ആരിഫ് പറയുന്നത് ഇങ്ങനെ: പിന്നോക്ക സമുദായ വിഭാഗങ്ങളുടെ വോട്ട് വൻതോതിൽ ഇടതുപക്ഷത്തിൽ നിന്ന് ചോർന്നതാണ് പരാജയത്തിന്റെ കാരണമെന്ന നിലയിലാണ് പ്രാഥമികമായ വിലയിരുത്തലുകളെല്ലാം വന്നിട്ടുള്ളത്. പക്ഷേ എന്നാൽ മറ്റ് സമുദായങ്ങളിൽ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അതും കിട്ടിയിട്ടില്ല. കുറേ എല്ലാ സമുദായങ്ങളും ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ച പോലെ മുസ്ലിം സമുദായം വർഗീയമായി ചിന്തിച്ച് നമുക്ക് വോട്ട് ചെയ്തിട്ടുമില്ല. അവര് മോഡി മാറണമെന്ന് കരുതിയുണ്ട്. അപ്പോൾ ഓരോരോ പ്രതീക്ഷകളെല്ലാം വിവിധ സമുദായങ്ങളെ സംബന്ധിച്ച് വെച്ചു പുലർത്തിയ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. CPIM-ന് ന്യൂനപക്ഷ പ്രീണനമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിന് ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്ന് AM ആരിഫ്. മോദി മന്ത്രിസഭ അഴിമതി മുക്തമാണെന്ന G സുധാകരന്റെ പരാമർശത്തിൽ മറുപടി പറയേണ്ടത് പാർട്ടിയാണ്. എന്നാൽ പാർട്ടി വോട്ടുകൾ ചോർന്നു എന്ന ആക്ഷേപം ശരിയാണെന്നും പോരായ്മകൾ പരിഹരിക്കാനാണ് പാർട്ടി ശ്രമിക്കേണ്ടതെന്നും AM ആരിഫ് പറഞ്ഞു. അദ്ദേഹം നേരത്തെയും ഇമാതിരിയുള്ള ധാരാളം വിലയിരുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ്. ആ വീക്ഷണത്തിന് ഞാനും മറുപടി പറയാൻ തയ്യാറല്ല. മറുപടി പറയേണ്ടത് പാർട്ടിയാണ്. അദ്ദേഹം ഇപ്പോഴും പാർട്ടി അംഗമാണ്, പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്, ഞങ്ങളെല്ലാം നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞതിനെ തെറ്റും ശരിയും സംബന്ധിച്ച് പാർട്ടിക്കകത്താണ് എൻ്റെ അഭിപ്രായം പറയേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടിക വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടമായെന്നാണ് CPIM നേതൃത്വത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. 24 ആലപ്പുഴ. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കി. ഇന്നലെ 2 ഘട്ടങ്ങളിലായി നടത്തിയ പരീക്ഷയാണ് റദ്ദാക്കിയത്. ക്രമക്കേട് നടന്നു എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ അന്വേഷണം CBIക്ക് വിട്ടിട്ടുണ്ട്. പരീക്ഷയുടെ സുതാര്യത കാത്തുസൂക്ഷിക്കാനാണ് നടപടി എന്ന് UGC വ്യക്തമാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? UGC വ്യക്തമാക്കുന്നത് എന്താണ് ബൽറാം? റീജിത്ത്, നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കിടെയാണ് UGC നടത്തുന്ന നെറ്റ് പരീക്ഷയും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇന്നലെ 2 ഘട്ടങ്ങളിലായി, രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി 2 പേപ്പറുകളിലായി നടത്തിയ UGC നെറ്റ് പരീക്ഷയാണ് റദ്ദാക്കുന്നതായി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്.
ഈ പരീക്ഷയിലും പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം UGC എടുത്തിരിക്കുന്നത്. പരീക്ഷയുടെ സുതാര്യതയും പരിപാവനതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് റദ്ദാക്കൽ നടപടി എന്നാണ് UGC നൽകുന്ന വിശദീകരണം. ഈ സംഭവത്തിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. CBI ഉടൻ തന്നെ ഔദ്യോഗികമായി ഈ കേസ്, ഈ സംഭവം, പരീക്ഷയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള പ്രഥമദൃഷ്ടിയായുള്ള ഈ സംശയം അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. പ്രിജിത്ത്. ബൽറാം, ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഏത് സ്വഭാവത്തിലുള്ള ക്രമക്കേടുകൾ, ഏത് തരത്തിലുള്ള ക്രമക്കേടുകൾ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ? ആ റിപ്പോർട്ടിൽ ഇടം പിടിക്കുന്നത് എന്താണ്? UGC അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ ബൽറാം? റിജിത്ത്, UGCയുടെ തീരുമാനമായി തന്നെയാണ് ഇക്കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. PIB ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പരീക്ഷ റദ്ദാക്കിയ വിവരം അറിയിപ്പായി നൽകിയിരിക്കുന്നത്. എന്നാൽ ഏത് തരത്തിലുള്ള ക്രമക്കേടാണ് നടന്നത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ഏതെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലുള്ളൊരു അന്വേഷണം ഉണ്ടായത് എന്നുള്ള കാര്യവും ഇതുവരെയും അത്തരത്തിലുള്ള വ്യക്തതയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. നിലവിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇല്ല എന്നുള്ളതാണ്. പരാതികൾ ഒന്നും ലഭിച്ചതായി യാതൊരു തരത്തിലുള്ള റിപ്പോർട്ടുകളുമില്ല. എന്നാൽ ഇത്തരത്തിൽ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് എതിരായി ഉയർന്നു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലം കൂടി ഇതിന് നിലനിൽക്കുന്നുണ്ട്. ഇത് നിലവിൽ UGC നെറ്റ് പരീക്ഷ ഓൺലൈനായി നടത്തുന്ന ഒരു പരീക്ഷയായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിയോ ക്രമക്കേടോ നടന്നതായുള്ള പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത്. ഇതിന്റെ സ്വഭാവം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ UGCയിൽ നിന്നും പങ്കുവയ്ക്കപ്പെടും വരുന്ന മണിക്കൂറുകളിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം UGC തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന് കീഴിൽ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സൈബർ ക്രൈം ത്രെറ്റ് അനലിറ്റിക്സ് യൂണിറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കുന്നത് എന്നാണ് UGC അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ CBI ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കും. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രാജ്യത്തെ 14 കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. നെല്ലിന്റെ താങ്ങുവില ക്വിൻ്റലിന് 117 രൂപ കൂട്ടി 2300 രൂപയാക്കി. റാഗി, ചോളം, പരുത്തി എന്നിവയുടെ താങ്ങുവിലയും വർദ്ധിപ്പിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന സമ്പൂർണ്ണ വർധനയാണ് ഉണ്ടായതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യത്തെ ആദ്യ ഓഫ്ഷോർ കാറ്റാടി ഊർജ്ജ പദ്ധതിക്കും മഹാരാഷ്ട്രയിൽ ഗ്രീൻഫീൽഡ് ഡീപ് ഡ്രാഫ്റ്റ് തുറമുഖ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. 2024-25 ഖാരിഫ് വിള സീസണിൽ നെല്ലിന്റെ താങ്ങുവില ക്വിൻ്റലിന് 117 രൂപ വർദ്ധിപ്പിച്ചു. 2300 രൂപയാണ് പുതിയ മിനിമം താങ്ങുവില. റാഗി, ബജ്ര, ജോവർ, ചോളം, പരുത്തി എന്നിവ ഉൾപ്പെടെ 14 കാർഷികോൽപ്പന്നങ്ങളുടെ മിനിമം താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി വരുന്നതാണ് MSP എന്നും മുൻ സീസണിനേക്കാൾ 35,000 കോടി രൂപ വർധനവുണ്ടായെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. खरीफ सीजन के लिए 14 क्रॉप्स पे मिनिमम सपोर्ट प्राइस आज कैबिनेट ने अप्रूव किया है. पैडी का नया MSP खरीफ के लिए 2,300 रुपीज डिक्लेयर किया गया है, which is 117 rupees increment over the previous MSP. തമിഴ്നാട്ടിലും ഗുജറാത്തിലും രാജ്യത്തെ ആദ്യ ഓഫ്ഷോർ കാറ്റാടി ഊർജ്ജ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. 500 മെഗാവാട്ട് വീതമുള്ളതാണ് പദ്ധതികൾ. മഹാരാഷ്ട്രയിൽ വധവൻ ഗ്രീൻഫീൽഡ് ഡീപ് ഡ്രാഫ്റ്റ് മേജർ പോർട്ട് പദ്ധതിയും മന്ത്രിസഭ അംഗീകരിച്ചു. ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റിയും മഹാരാഷ്ട്ര മാരിടൈം ബോർഡും സംയുക്തമായാണ് പദ്ധതി. വാരണാസി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലും റൺവേ വിപുലീകരണം ഉൾപ്പെടെ 2869.65 കോടി രൂപയുടെ പദ്ധതിക്കും കേന്ദ്രം അംഗീകാരം നൽകി. 24 ഡൽഹി. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിന് മുകളിലോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകണം സ്പെഷ്യൽ ഓഫീസർ. മൂന്നാർ ഉൾപ്പെടെ 15 പഞ്ചായത്തുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മൂന്നാർ കയ്യേറ്റ വിഷയം പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. ഇടുക്കിയിലെ പട്ടയ വിതരണം, വ്യാജ പട്ടയം നൽകിയ സംഭവങ്ങൾ, റവന്യൂ രേഖകളിലടക്കം കൃത്രിമം നടത്തിയ കാര്യങ്ങൾ തുടങ്ങിയവ പരിശോധിക്കാനാണ് സർക്കാർ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കേണ്ടത്. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിന് മുകളിലോ റാങ്കുള്ള ഉദ്യോഗസ്ഥനാകണം സ്പെഷ്യൽ ഓഫീസർ. സ്പെഷ്യൽ ഓഫീസർക്ക് റവന്യൂ വകുപ്പും പോലീസും ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നും
ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകി. പട്ടയങ്ങളുടെ ആധികാരികതയടക്കമാണ് സ്പെഷ്യൽ ഓഫീസർ പരിശോധിക്കേണ്ടത്. വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ച രീതികളൊക്കെ സമാനമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി റവന്യൂ ഉദ്യോഗസ്ഥരടക്കം പിന്നിലുണ്ടെന്നും വിലയിരുത്തി. മനോഹരമായ വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിനെ അനധികൃത നിർമ്മാണങ്ങൾ നടത്തി നശിപ്പിക്കുകയാണെന്നും ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ദേവികുളം പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കെട്ടിട നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവിട്ട കോടതി പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണവും തേടി. മൂന്നാറിലും മറ്റ് 15 പഞ്ചായത്തുകളിലും നിർമ്മാണങ്ങൾ നിയന്ത്രിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അനധികൃത നിർമ്മാണം തടയുന്നതിനു വേണ്ടിയുള്ള മുന്നുത്തരവുകൾ എന്തുകൊണ്ട് സർക്കാർ നടപ്പാക്കിയില്ലെന്ന് ചോദ്യമുന്നയിച്ച കോടതി ഹിൽ ഏരിയ അതോറിറ്റി രൂപീകരിക്കാത്തതിലടക്കം സർക്കാരിനോട് വിശദീകരണം തേടി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പത്തനംതിട്ട കൊടുമണ്ണിൽ റോഡ് കയ്യേറ്റത്തെ ചൊല്ലി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും കോൺഗ്രസ് പ്രവർത്തകരും നേർക്കുനേർ. കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് അളക്കാനെത്തിയ ജോർജ് ജോസഫിനെ പ്രവർത്തകർ തടഞ്ഞു. ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് വേണ്ടി സംസ്ഥാന പാതയോട് ചേർന്ന ഓടയുടെ ഗതി മാറ്റിയെന്ന വിവാദത്തെ തുടർന്നാണ് നാടകീയ രംഗങ്ങൾ. പത്തനംതിട്ട കൊടുമൺ ഏഴംകുളം കൈപ്പട്ടൂർ റോഡിനോട് ചേർന്ന ഓടയുടെ ഗതി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് അനുകൂലമായി മാറ്റിയെന്നാണ് ആരോപണം നിഷേധിച്ച ജോർജ് ജോസഫ് സ്ഥലത്തെ കോൺഗ്രസ് ഓഫീസ് പുറമ്പോക്കിലാണെന്ന് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു. രാവിലെ 11 മണിയോടെ കൈപ്പട്ടൂർ ഏഴംകുളം റോഡ് റവന്യൂ വിഭാഗം അളന്നു തുടങ്ങി. ഇതിനിടെ ജോർജ് ജോസഫിനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവും കൊടുമൺ പഞ്ചായത്ത് അംഗവുമായ അജികുമാർ രണ്ടാംകുറ്റി രംഗത്തെത്തി. സർക്കാർ സോഴ്സുകൾ, സർക്കാർ സംവിധാനം മൊത്തം ഒരു സംസ്ഥാന മന്ത്രിയുടെ ഭർത്താവിന് അനുകൂലമായി നിൽക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. അത് സർക്കാർ സംവിധാനം ഏതൊക്കെ തരത്തിൽ കൂടെ ആണെങ്കിൽ പോലും അതിനകത്ത് ഒരു കാരണവശാലും ഈ അളവിൽ ഒരു നീതി പ്രതീക്ഷിക്കുന്നില്ല. വെല്ലുവിളി ഏറ്റെടുത്ത ജോർജ് ജോസഫ് സ്ഥലത്തെത്തി. ആദ്യം തന്റെ കെട്ടിടത്തിന് മുന്നിലെ റോഡ് അളന്നു. കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ റോഡ് അളക്കാനെത്തിയതോടെ തർക്കമായി. അതെ, കോൺഗ്രസ് ആരോപണം തെളിഞ്ഞാൽ തന്റെ കെട്ടിടമടക്കം വിട്ടു നൽകാമെന്ന് ജോർജ് ജോസഫ്. ഞാൻ ആരുടെയും ഓഫീസ് അളക്കാൻ ചെന്നില്ലല്ലോ. റോഡ് അളക്കാൻ ആർക്കും വലിയ അവകാശമില്ലേ? ഞാൻ ഈ കെട്ടിടം പൂർണ്ണമായി അവരുടെ പേരിൽ നൽകിയേക്കാം. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഈ ഡ്രെയിനേജിന് പുറത്ത് കിടക്കുന്ന സ്ഥലം എൻ്റെതല്ല, PWDയുടെയാണ്. അവർക്ക് അതിലെ വേണമെങ്കിൽ ഇതിലെ വേണമെങ്കിൽ ഇതിലെ വേണമെങ്കിലും ഡ്രെയിനേജ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. റോഡ് അളക്കാൻ ജോർജ് ജോസഫിന് അധികാരം നൽകിയത് ആരാണെന്ന് ചോദിച്ച കോൺഗ്രസ് പ്രവർത്തകർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അളക്കുന്നതിൽ പ്രശ്നമില്ലെന്നും വ്യക്തമാക്കി. 23 മീറ്റർ വീതി വേണ്ട റോഡിന് കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ 15 മീറ്റർ വീതി മാത്രമാണെന്ന് ജോർജ് ജോസഫ് ആരോപിച്ചു. ലാൻഡ് റവന്യൂ തഹസിൽദാരുടെ നേതൃത്വത്തിൽ പുറമ്പോക്ക് ഭൂമി അളന്നു തിട്ടപ്പെടുത്താനുള്ള നടപടി തുടരുകയാണ്. ജിബിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. വ്യാജ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പൂന്തറ പോലീസ് സ്റ്റേഷനിലും കേസ്. വ്യാജവിലാസത്തിലുള്ളയാൾക്ക് പാസ്പോർട്ടിന് ശുപാർശ ചെയ്ത പ്രവീൺ എന്ന പോലീസുകാരനെതിരെയാണ് കേസ്. തുമ്പയിൽ നിന്ന് പിടിയിലായ പ്രതികളിൽ ഒരാൾ പ്രവീണിന് 10,000 രൂപ നൽകി. ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിശദാംശങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു തുമ്പ പോലീസ് സ്റ്റേഷനിലെ വ്യാജ പാസ്പോർട്ട്. അതിനു വേണ്ടിയിട്ട് തുമ്പ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അൻസില് സഹായം ചെയ്തെന്നുള്ള വാർത്ത. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കൂടുതൽ കണ്ണികളിലേക്കടക്കം പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ലിമിറ്റിൽ തന്നെ മറ്റൊരു പോലീസ് സ്റ്റേഷനിലും സമാനമായ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വ്യാജവിലാസത്തിലുള്ളയാൾക്ക് പാസ്പോർട്ടിന് ശുപാർശ ചെയ്ത പ്രവീൺ എന്ന പോലീസുകാരനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തുമ്പയിൽ പിടിയിലായ പ്രതികളിൽ ഒരാൾ, 6 പേരിൽ ഒരാൾ പ്രവീണിന് ഗൂഗിൾ പേ വഴി 10,000 രൂപ നൽകി എന്നുള്ളതാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇയാളെ കേന്ദ്രീകരിച്ചും, അതായത് ഈ പ്രവീണിനെ കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ സംഘത്തിലെ ഒരു കണ്ണി തന്നെയാണോ പ്രവീൺ എന്ന സംശയം തിരുവനന്തപുരം സിറ്റി പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രജിത്താണ്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും വീട് വെക്കാൻ അനുമതി നിഷേധിച്ചു എന്ന പരാതിയിൽ കേസെടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കോഴിക്കോട് അന്നശ്ശേരി സ്വദേശി ബാബുവിന്റെ പരാതിയിലാണ് ഇടപെടൽ. ബാബുവിന്റെ ദുരിതം 24 ആണ് പുറം ലോകത്തെ അറിയിച്ചത്.
ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച ഒറ്റമുറി വീട്ടിലാണ് കഴിഞ്ഞ 8 വർഷമായി ബാബുവിൻ്റെ താമസം. ഒപ്പമുള്ളത് ഭാര്യയും 2 പെൺമക്കളും. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും വീട് നിർമ്മാണത്തിനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല. തീരദേശ പരിപാലന ചട്ടം ചൂണ്ടിക്കാട്ടിയായിരുന്നു അനുമതി നിഷേധിച്ചത്. ഇതോടെ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടിനു താഴെയാണ് ഈ കുടുംബത്തിൻ്റെ ദുരിത ജീവിതം. ഇക്കാര്യം 24 പുറത്തു കൊണ്ടുവന്നതോടെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. കേസെടുത്ത കമ്മീഷൻ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. അടുത്ത മാസം 24-ന് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. 24 കോഴിക്കോട്. മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷം. 3ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായപ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം 32,410 വിദ്യാർത്ഥികളാണ് അവസരം കാത്തു നിൽക്കുന്നത്. +1 പ്രവേശനം ഈ മാസം 21-ന് പൂർത്തിയാകും. 24-ന് ക്ലാസ് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. +1 3ാം ഘട്ട അലോട്ട്മെന്റ് ആണ് ഇന്ന് പൂർത്തിയായത്. ഇനി ശേഷിക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. 82,446 വിദ്യാർത്ഥികളാണ് ഇത്തവണ മലപ്പുറം ജില്ലയിൽ ഏകജാലകം വഴി +1 സീറ്റിനായി അപേക്ഷിച്ചത്. ജില്ലയിലെ ആകെയുള്ള മെറിറ്റ് സീറ്റുകളുടെ എണ്ണം 50,080 ആണ്. ഇതിലേക്ക് 3ാം ഘട്ടമായി 50,036 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനത്തിന് അവസരം ലഭിച്ചത്. ഇനിയും അവസരത്തിനായി കാത്തിരിക്കുന്നത് 32,410 വിദ്യാർത്ഥികൾ. എന്നാൽ മെറിറ്റിൽ ശേഷിക്കുന്നത് 44 സീറ്റുകൾ മാത്രം. ഈ മാസം 24-ന് ക്ലാസ് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. മുഖ്യ അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം നമുക്ക് ജൂൺ മാസം 21-ന് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ജൂൺ മാസം 24-ാം തീയതി ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതെല്ലാം സമയബന്ധമായി തന്നെ പോവുകയാണ് സാർ. പ്രഖ്യാപിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനിടെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാടും കണ്ണൂരും KSU കലക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മാനേജ്മെന്റ്, സ്പോർട്സ്, കമ്മ്യൂണിറ്റി കോട്ടകളിൽ ഇനി 6,437 സീറ്റുകളാണ് ബാക്കിയുള്ളത്. ഇതുൾപ്പെടെ പരിഗണിച്ചാലും 25,973 വിദ്യാർത്ഥികളുടെ തുടർ പഠനം പ്രതിസന്ധിയിലാണ്. 24 മലപ്പുറം. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ നിന്നും വ്യാപക പ്രതിഷേധം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിൽ ആം ആദ്മി പാർട്ടി പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുന്നിലായിരുന്നു ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷന്റെ പ്രതിഷേധം. വെള്ളിയാഴ്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം നടക്കും. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ പ്രതിഷേധം കെട്ടടങ്ങുന്നില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. പരീക്ഷ വീണ്ടും നടത്തണമെന്നും ആവശ്യമുയരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ആം ആദ്മി പാർട്ടി നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. ഇടത് വിദ്യാർത്ഥി സംഘടനയായ ഐസ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധത്തിനൊടുവിൽ 3 പ്രവർത്തകർക്ക് സന്ദർശനത്തിന് മന്ത്രി അനുമതി നൽകി. ये हम लोग 2 डिमांड्स के साथ यहाँ पे आए हैं. एक तो नीट का जो एग्ज़ाम जिसमें एक बड़े व्यापक स्तर पे जो धांधली सामने आई है उसको फिर से रिकंडक्ट करवाया जाए. दूसरी जो डिमांड है, जो लंबे समय से हम लोगों की डिमांड है कि NTA को स्क्रैप किया जाए. നീറ്റിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസും. വെള്ളിയാഴ്ച PCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. 24 ഡൽഹി. പൂവച്ചൽ ഖാദർ സിനിമ, ടെലിവിഷൻ, ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 24ഉം ഫ്ലവേഴ്സും 4 പുരസ്കാരങ്ങൾ നേടി. മികച്ച അവതാരകനുള്ള പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ S വിജയകുമാറിന് ലഭിച്ചു. 24 സീനിയർ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് മികച്ച വിഷ്വൽ സ്റ്റോറിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച കോമഡി ഷോ ആയി ഫ്ലവേഴ്സിലെ ഇത് ഐറ്റം വേറെ എന്ന പരിപാടിയെ തിരഞ്ഞെടുത്തു. ഫ്ലവേഴ്സ് ചീഫ് പ്രൊഡ്യൂസർ അമരവിള സതീഷാണ് പോസിറ്റീവ് മീഡിയ പേഴ്സണുള്ള പുരസ്കാരം നേടിയത്. ഈ മാസം 21-ന് വൈകിട്ട് 5:30-ന് തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ എന്നിവർ പങ്കെടുക്കും. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ 4 വയസ്സുകാരിക്ക് ഈക്കോളി അണുബാധ ഉള്ളതായി കണ്ടെത്തി. സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് അണുബാധ സ്ഥിരീകരിച്ചത്. ഫ്ളാറ്റിലുണ്ടായ രോഗബാധ അസോസിയേഷന്റെ പിടിപ്പുകേട് മൂലമാണെന്ന് രോഗബാധിതരുടെ കുടുംബങ്ങൾ ആരോപിച്ചു.
കഴിഞ്ഞ 2 ദിവസമായി അസുഖബാധിതയായിരുന്നു 4 വയസ്സുകാരി. തുടർന്ന് കുടുംബം നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ ശരീരത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഫ്ളാറ്റിലെ വെള്ളത്തിൽ ഈക്കോളി സാന്നിധ്യമുണ്ടെന്ന കാര്യം അസോസിയേഷൻ ഭാരവാഹികൾ മനഃപൂർവ്വം മറച്ചുവെച്ചെന്നാണ് രോഗബാധിതരുടെ കുടുംബം ആരോപിക്കുന്നത്. 29-ാം തീയതി വന്ന റിപ്പോർട്ട് 2 ദിവസം ഡിലേ ആക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് ഞങ്ങൾ അറിയുന്നത് 14-15-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേനുമാണ് ഈ റിപ്പോർട്ട്. അന്നേരത്തേക്ക് എൻ്റെ ഫാദർ ഹാർട്ട് പേഷ്യൻ്റാണ്, പുള്ളി അഡ്മിറ്റഡായി, എനിക്ക് ഇഷ്യൂ ആയി, വൈഫിനായി, ഞങ്ങളെല്ലാം റിക്കവറായി വരുന്ന സമയത്ത് മോനായി. അപ്പം അതൊരു ഇത്രയും ഡിലേ വന്ന് 16 ദിവസത്തെ ഡിലേ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച്. 3 ദിവസത്തിനു ശേഷം ആരോഗ്യവകുപ്പിന്റെ പരിശോധനാഫലം പുറത്തുവരും. സൂപ്പർ ക്ലോറിനൈസേഷൻ നടത്തിയ വെള്ളമാണ് നിലവിൽ ഫ്ളാറ്റിൽ ഉപയോഗിക്കുന്നത്. വിവിധ ആശുപത്രികളിലായി 28 പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട്. 24 കൊച്ചി. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രി ഏറ്റെടുത്തു. പട്ടികജാതി വികസനം, ദേവസ്വം വകുപ്പുകൾ കൂടിയാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുക. ഇത് സംബന്ധിച്ച വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. സംസ്ഥാനത്തെ ഗുണ്ടാക്രമണങ്ങളുടെ കണക്ക് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി. 2021-24 കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് 96 ഗുണ്ടാക്രമണങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. AP അനിൽകുമാറിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി കണക്കുകൾ അവതരിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ RSS BJP നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം കേരളത്തിൽ. ദേശീയ പരിവാർ യോഗം ഓഗസ്റ്റ് 31 മുതൽ പാലക്കാട്ട് ചേരും. മോഹൻ ഭാഗവതും JP നഡ്ഡയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി പഠിക്കാൻ കോൺഗ്രസ് പ്രത്യേക സമിതി രൂപീകരിച്ചു. കർണാടക സമിതിയിൽ ഹൈബീഡനും തെലങ്കാന സമിതിയിൽ PJ കുര്യനും അംഗങ്ങളാണ്. തെരഞ്ഞെടുപ്പ് പ്രകടനം മോശമായ സംസ്ഥാനങ്ങളിലാണ് സമിതി. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകുന്ന അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ജൂലൈ 8-9 തീയതികളിൽ റേഷൻ കടകൾ അടച്ച് സമരം ചെയ്യും. വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നതടക്കമാണ് ആവശ്യങ്ങൾ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുന്നു. കഴിഞ്ഞ 72 മണിക്കൂറിടെ 5 പേർ മരിച്ചു. 36 പേർ ഡൽഹി RML ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രേക്ഷക ലക്ഷ്യങ്ങൾ ഏറ്റെടുത്ത ജനപ്രിയ പരമ്പര ഉപ്പും മുളകും വീണ്ടും എത്തുന്നു. സീസൺ 3 ചിത്രീകരണം കൊച്ചിയിൽ ആരംഭിച്ചു. ഏറെ പുതുമകളോടെ പുതിയ കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളിച്ചാണ് സീസൺ 3 വരവ്. പാറമട വീട് വീണ്ടും ഉണരുകയാണ്. ബാലുവും നീലുവും മക്കളും പഴയതിലും ആവേശത്തിൽ അണിനിരന്നു കഴിഞ്ഞു. ഏറെ പുതുമകളോടെയാണ് സീസൺ 3 ഫ്ലവേഴ്സിന്റെ ഗോൾഡൻ സ്ക്രീനിലെത്തുക. പുതിയ കഥാപാത്രങ്ങളുടെ വരവ് പരമ്പരയുടെ മാറ്റു കൂട്ടും. ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കാരണം കാലം ഒരുപാട് കഴിയുന്നുള്ള കഥയിലൂടെയാണ് വരാൻ പോകുന്നത് തന്നെ. നമ്മളിപ്പോൾ സീസൺ 3 ആണല്ലോ. അപ്പോൾ എന്തായാലും ഉപ്പുമുളകിൽ ഓരോ പ്രാവശ്യവും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പറയുമ്പോൾ ഓരോ ചേഞ്ച് ഉണ്ടായിരുന്നു. ഓരോ പുതിയ അംഗങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ വേറെയും കുറേ അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ സർപ്രൈസാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് സന്തോഷമുള്ള 1-2 ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ആ സന്തോഷം നമുക്ക് കാണാം. തിങ്കളാഴ്ച മുതൽ വൈകുന്നേരം 7 മണിക്ക് ഫ്ലവേഴ്സിൽ ഉപ്പും മുളകും സീസൺ 3 സംപ്രേഷണം തുടങ്ങും. ഫ്ലവേഴ്സിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഉപ്പും മുളകും ലഭ്യമാകും. 24 കൊച്ചി.